പുതിയ കളികളും പുതിയ പാട്ടുകളുമായി നിങ്ങളെ കാത്തിരിക്കുന്നു തിരുവിരുന്ന്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും സുഖാണോ? കുറെ പഠിക്കാനൊക്കെ ഉണ്ടോ നിങ്ങൾക്ക്? ഉണ്ട്. നന്നായിട്ട് പഠിക്കുന്നൊക്കെ ഉണ്ടോ? പഠിച്ചൊക്കെ മടുത്തോ? ഇല്ല, കുഴപ്പമൊന്നുമില്ല. കളിയിലും കാര്യങ്ങളുണ്ട്. കളിയും കാര്യങ്ങളുമായി നമുക്ക് അല്പസമയം ചെലവഴിച്ചാലോ? എന്നാൽ നമുക്കൊരു ഗെയിം കളിച്ചാലോ? ഇഷ്ടമല്ലേ കളിക്കാനായിട്ട്? എല്ലാവർക്കും നല്ല ഇഷ്ടമാണ്. എന്നാൽ നമുക്കൊരു 3 പേരെ വേണം. ആരൊക്കെയാ? ഒരു 3 പേര്. ഓക്കെ. നമ്മൾ ഗെയിം ഇങ്ങനെയാണ്. നമുക്കിവിടെ കാണാം 3 പേർക്കുള്ളതുകൊണ്ട് ഒരു ചെറിയ വെള്ള ബൗളിൻ്റെ ഉള്ളിൽ കുറച്ച് തെർമോക്കോളിൻ്റെ ചെറിയ ബോളുകളുണ്ട്. അപ്പം ഒരാൾക്ക് 3 കളറുകൾ വീതമാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പം നിങ്ങൾക്കറിയാം അതിൻ്റെ മുമ്പിൽ 3 ഗ്ലാസ് വീതം ഒരാളുടെ മുമ്പിൽ ഇരിപ്പുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? ഒരേപോലെ ഒരാൾക്ക് മഞ്ഞ, പച്ച, നീല എന്നാണ് കിട്ടിയെങ്കിൽ ആദ്യം ഇടേണ്ടത് മഞ്ഞ, പിന്നെ അടുത്ത ഗ്ലാസ്സിൽ നീല, പിന്നെ പച്ച, മഞ്ഞ, നീല, പച്ച. അങ്ങനെ ആ ഓർഡറിൽ തന്നെ ക്രമം തെറ്റാതെ ഇടണം. റെഡിയല്ലേ? ഓക്കെ. അതിന് ഒരു സമയം ഞാൻ നിശ്ചയിക്കും. അതിൻ്റെ ഉള്ളിൽ കുറച്ച് സെക്കൻഡേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇടയിൽ ഗെയിമിൽ ആരാണ് ഫസ്റ്റ് എന്ന് അറിയണം. വേണ്ടേ? ഓക്കെ. അപ്പം 3 മത്സരാർത്ഥികളെ ഞാൻ കളിക്കാനായിട്ട് റെഡിയാണല്ലോ? കണ്ടല്ലോ? 3 കളറുകളുണ്ട്. ഇതിൻ്റെ അകത്ത് 3 കളറുണ്ട്, അതിൻ്റെ അകത്ത് 3 കളറുണ്ട്. അപ്പം ക്രമമായിട്ട് ഓർഡർ തെറ്റാൻ പാടില്ല. ഓർഡർ തെറ്റിയിട്ടുണ്ടോയെന്നുണ്ടോ നിങ്ങൾ നോക്കിക്കോണം. ഫൗളാണ് കേട്ടോ. ഓക്കെ. ഞാൻ സ്റ്റാർട്ട് പറയുമ്പം നിങ്ങൾ തുടങ്ങണം. സ്റ്റോപ്പ് പറയുമ്പം നിർത്താൻ വേണം. റെഡി? ഓക്കെ. റെഡി? 1 2 3 സ്റ്റാർട്ട്. താഴെ വീഴരുത്. ഓക്കെ. സ്റ്റോപ്പ്. ആരാ നോക്കട്ടെ? 4 എണ്ണം വീതം. എല്ലാവരും ഓക്കെ. ഇത് 5 എണ്ണം ഉണ്ട്. ഇത് 4 എണ്ണം. ഓക്കെ. ഇതിൽ ഫസ്റ്റ് ആയിരിക്കുന്നത് എല്ലയാണ്. എല്ലയ്ക്കൊരു ക്ലാപ്പ് കൊടുത്തേ. ഓക്കെ. രണ്ടാമതായിരിക്കുന്നത് മോൻ്റെ പേരെന്നായിരുന്നു? അഭിഷേകാണ്. അഭിഷേകിനൊരു ക്ലാപ്പ് കൊടുത്തേ. മൂന്നാമത് അലൻ ബിജീഷ്. അങ്ങനെ ക്ലാപ്പ് കൊടുത്തു. ഓക്കെ. ഇനി കളിച്ചവരോട് ഞാൻ ചോദിക്കട്ടെ, എങ്ങനെയുണ്ടായിരുന്നു കളി? ഇഷ്ടപ്പെട്ടോ? ഇവരുടെ അഭിപ്രായം എന്താണെന്ന് അറിയണ്ടേ കളിയെക്കുറിച്ചിട്ട്? ഓക്കെ. അഭിഷേകേ, എങ്ങനെയുണ്ടായിരുന്നു കളി? കളിച്ചപ്പോൾ എന്താ തോന്നിയത്? ഓർഡറിലിടാൻ പറ്റുമെന്ന് തോന്നി. ഓർഡറിലിടാൻ പറ്റുമെന്നൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? അത് കാണാമായിരുന്നു കുറച്ചൊക്കെ. എല്ലയ്ക്ക് എങ്ങനെ തോന്നി? ജയിക്കോ തോക്കുമെന്ന് തോന്നി അല്ലേ? പിന്നെ ഗ്ലാസ് താഴെ വീണ് പൊട്ടുമെന്ന് തോന്നി. ഗ്ലാസ് താഴെ വീണ് പൊട്ടുമെന്ന് തോന്നി അല്ലേ? പൊട്ടി വന്നിട്ട് ഇല്ല, ഒരു കുഴപ്പമില്ല. അപ്പം നമ്മുടെ ഭയമൊക്കെ വെറുതെ അല്ലേ? പലപ്പോഴും നമ്മൾ പേടിക്കുന്നതൊക്കെ ഒരു കാര്യമില്ലാതെയാ. ഓക്കെ. അപ്പം ഇവർക്ക് 3 പേർക്കും നല്ലൊരു ക്ലാപ്പ് കൊടുത്തേ. നന്നായിട്ട് കളിച്ചില്ലേ? ഓക്കെ. 3 പേരും നന്നായി കളിച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥലത്തേക്ക് പോയിരിക്കാം. അവർ നന്നായിട്ട് കളിച്ചോ? അവരവരുടെ മാക്സിമം ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പം ഇതിൽ നമുക്ക് എന്താ മനസ്സിലാവുക? എന്താ ഇതിൽ നിന്ന് മനസ്സിലാവുന്ന ഒരു കാര്യം പറയാവോ? നമുക്ക് ദൈവം ധാരാളം അനുഗ്രഹങ്ങൾക്ക് തന്നിട്ടുണ്ടല്ലേ? ഇല്ലേ? തന്നിട്ടില്ലേ? ഓക്കെ. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ കഴിവാണ്. അപ്പം ചിലർ ചില കാര്യങ്ങളിൽ നന്നായിട്ട് ചെയ്യും, ചിലർ ചില കാര്യങ്ങളിൽ അത്രമാത്രം എത്തിയില്ലെങ്കിലും അവർക്കെല്ലാവർക്കും പലതരത്തിൽ ദൈവം ഓരോ അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട് അല്ലേ? അപ്പം ഈ സെഗ്മെൻറ്റിൽ നമ്മൾ കളിയുടെയായിരുന്നു നന്നായിട്ട് ചെയ്യാനായിട്ട്, എല്ലാ കാര്യങ്ങളും നന്നായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ഒരിക്കൽ കൂടി നമുക്ക് ഇവർക്ക് 3 പേർക്കും ഒറ്റ പ്രാവശ്യം കൂടി നമുക്ക് ക്ലാപ്പ് കൊടുത്താലോ? ഓക്കെ. എന്താ നിനക്ക് ഇത്ര സന്തോഷം? ഞാൻ ക്ലാസ്സിൽ ഫസ്റ്റായി. കൺഗ്രാറ്റുലേഷൻസ്. എന്നിട്ട് നീ ദൈവത്തിന് നന്ദി പറഞ്ഞോ? ദൈവത്തിനോ? അതെന്തിനാ? മനസ്സിലായില്ല അല്ലേ? എന്നാൽ കൂടുതൽ കാര്യങ്ങൾ അറിയാനായി നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് പോകാം. എല്ലാവർക്കും നല്ല സന്തോഷമാണല്ലോ? സന്തോഷമുണ്ടല്ലോ അല്ലേ? നമ്മുടെ അടുത്തിരിക്കുന്ന കൂട്ടുകാരെ നോക്കിയിട്ട് ഒന്ന്
നല്ല സന്തോഷമുള്ളവർ ഒന്ന് അടുത്തിരിക്കുന്നവരെ നോക്കിയിട്ടൊന്ന് പുഞ്ചിരിക്കാവോ? സന്തോഷത്തോടെ. കൊള്ളാം. എല്ലാവരുടെ ഉള്ളിലും സന്തോഷമുണ്ട് അല്ലേ? അപ്പം നമ്മുടെ ഉള്ളിലുള്ള ഈ സന്തോഷത്തോടെ നമ്മുടെ കൂട്ടുകാരനോ കൂട്ടുകാരെയൊക്കെ നമ്മൾ നോക്കി പുഞ്ചിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ എന്താ തോന്നുക? നമ്മുടെ ഉള്ളിലും നല്ല സന്തോഷം തോന്നും അല്ലേ? അതായത് നമ്മൾ സന്തോഷത്തോടെ മറ്റുള്ളവരുടെ അടുത്തേക്ക് പോകുമ്പോൾ മറ്റുള്ളവർക്ക് സങ്കടമാണെങ്കിൽ പോലും അവരുടെ ഉള്ളിൽ എന്ത് വന്നു നിറയും? സന്തോഷം വന്നു നിറയും. ഈ സന്തോഷം എന്ന് പറയുന്നത് ആര് തന്നതാ? ദൈവം തന്നതാണല്ലേ. ദൈവം ഇതുപോലെ ധാരാളം അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. ഈശോ തന്ന ഒരു അനുഗ്രഹമാണ് ഈ സന്തോഷം എന്ന് പറയുന്നത് അല്ലേ? ധാരാളം അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ തന്നിട്ടില്ലേ? അപ്പോൾ ഓരോരുത്തരുടെ ജീവിതത്തിലും എന്തെങ്കിലുമൊക്കെ അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട് അല്ലേ? നിങ്ങൾക്ക് ഓർമ്മയുള്ള ഒരു കാര്യം ഒന്ന് ചോദിച്ചാൽ പറയുമോ? ഓക്കെ, മോളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹം പറയുമോ? നല്ല അധ്യാപകരെ തന്നു. ഈശോ തന്ന ഒരു അനുഗ്രഹമല്ലേ? ഓക്കെ, മോളുടെ ജീവിതത്തിലോ ഒരനുഗ്രഹം? പഠിക്കാൻ നല്ല ബുദ്ധി തന്നു. പഠിക്കാൻ നല്ല ബുദ്ധി തന്നിട്ടുണ്ട്. മോൻ്റെയോ? ദൈവത്തെ സ്തുതിക്കാൻ നല്ല നാവ്. ദൈവത്തെ സ്തുതിക്കാൻ നല്ല നാവ് തന്നിട്ടുണ്ട്. ഹെലനയ്ക്കോ? പ്രസംഗം പറയാൻ. ഇതുപോലെ ധാരാളം അനുഗ്രഹങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് നൽകിയിട്ടുള്ള ഒരനുഗ്രഹം, ധാരാളം അനുഗ്രഹം തന്നിട്ടുണ്ട്. അതിൽ ഒരനുഗ്രഹം നിങ്ങളുടെ കയ്യിൽ ഞാനൊരു പേപ്പർ തരും. അതിൻ്റെ അകത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ എഴുതണം. റെഡിയല്ലേ? ഓക്കെ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ദൈവം തന്നിട്ടുള്ള ഒരനുഗ്രഹം ഇതിൽ എഴുതണം. ഒരനുഗ്രഹം എഴുതിയാൽ മതി കേട്ടോ, ഒരെണ്ണം. കഴിഞ്ഞോ? കഴിഞ്ഞോ എല്ലാവരും? ഏഞ്ചലിൻ്റെ ജീവിതത്തിലുള്ള ഒരനുഗ്രഹമാണ് എഴുതിയേക്കുന്നത്. ദൈവം നല്ല അധ്യാപകരെ തന്നു. ഇസബൽ നല്ലൊരു കുടുംബം തന്നു. പാട്ട് പാടാൻ നല്ല കഴിവ് തന്നു. ചിത്രം വരയ്ക്കാൻ അനുഗ്രഹം തന്നിട്ടുണ്ട്. പ്രസംഗം പറയാൻ കഴിവ് തന്നു. ഓടാനും ചാടാനും ഒക്കെ കഴിവ് തന്നു. നല്ല സഹോദരങ്ങളെ തന്നു. നടക്കാൻ നല്ല കാല് തന്നിട്ടുണ്ട്. നല്ല വീട് തന്നു. നല്ല സ്നേഹമുള്ള മാതാപിതാക്കളെ തന്നു. ദൈവത്തെ സ്തുതിക്കാൻ നല്ല നാവ് തന്നു. നല്ല കൂട്ടുകാരെ തന്നു. പഠിക്കാൻ നല്ല സ്കൂള് തന്നു. പ്രാർത്ഥിക്കാൻ നല്ലൊരു ദേവാലയം തന്നു. കാണാൻ നല്ല കണ്ണുകൾ തന്നു. ഡാൻസ് കളിക്കാൻ നല്ല കഴിവ് തന്നിട്ടുണ്ട്. പഠിക്കാൻ നല്ല ബുദ്ധി തന്നിട്ടുണ്ട്. നോക്കിക്കേ, എന്തുമാത്രം അനുഗ്രഹങ്ങളാണ് തന്നേക്കുന്നത് അല്ലേ? ഇതൊക്കെ തന്നെ എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ട്. ഇനി ഇതിൽ കൂടുതലും ഉണ്ട് അല്ലേ? ധാരാളം അനുഗ്രഹങ്ങൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ തന്നിട്ടുണ്ട്. ഇനി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചോദിച്ചത് മാത്രമാണോ ഈശോ തന്നിട്ടുള്ളത്? അല്ല, ചോദിക്കാത്ത എന്തുമാത്രം അനുഗ്രഹങ്ങളല്ലേ അല്ലേ ഈശോ തന്നിട്ടില്ലേ? അപ്പം നമ്മൾ ശ്വസിക്കുന്ന ശ്വാസം ഇത് ദൈവത്തിൻ്റെ വലിയൊരു അനുഗ്രഹമാണ് അല്ലേ? നമ്മൾ ചോദിച്ചിട്ടാണോ ഈശോയെ അടുത്ത നിമിഷം ശ്വസിക്കാനായിട്ട് എന്നെ അനുഗ്രഹിക്കണേന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഓരോ നിമിഷവും ശ്വസിക്കുന്നത്? അല്ല, ഇത് നമ്മൾ അറിയാതെ തന്നെ ശ്വസിക്കുന്നതാണ്. ഇതൊക്കെ ദൈവം തന്ന ഒരു വലിയ ദാനമാണ്, ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമാണ് അല്ലേ? ഇതുപോലെ ധാരാളം അനുഗ്രഹങ്ങളുണ്ട്, ചോദിച്ചിട്ടും ചോദിക്കാതെയും ഒക്കെ തന്ന്. ഇനി പലപ്പോഴും നമ്മളെ പല അപകടങ്ങളിൽ നിന്നൊക്കെ രക്ഷിച്ചതായിട്ടൊക്കെ ഉണ്ടാവുമല്ലോ ഇല്ലേ? അങ്ങനെയൊക്കെ അപകടങ്ങളിൽ നിന്ന് ഈശോ നമ്മളെ രക്ഷിച്ച് പ്രത്യേകമാം വിധം അനുഗ്രഹിച്ച അനുഭവങ്ങളൊക്കെ ആർക്കെങ്കിലും ഉണ്ടോ? ഉണ്ടോ? ഏഞ്ചലിന് എന്താ അനുഭവം ഉള്ളത്? ഞാനും എൻ്റെ അച്ഛനും കൂടെയും സ്കൂട്ടി യാത്ര ചെയ്തുകൊണ്ടിരുന്നപ്പം അത് മറിഞ്ഞു. വലിയൊരു അബദ്ധത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു. വണ്ടി യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്ത് പറ്റി? സ്കൂട്ടി മറിഞ്ഞു. എന്നിട്ട് വല്ലതും പറ്റിയോ? ഇല്ല, ഒന്നും പറ്റിയില്ല അല്ലേ? അപ്പം ഈശോ അവരെ പ്രത്യേകമാം വിധം അനുഗ്രഹിച്ചു. എല്ലാ ആപത്തിൽ നിന്നും അപകടത്തിൽ നിന്നും രക്ഷിച്ചു. ഇനി സൺഷെയ്ഡിന്റെ മുകളിൽ നിന്ന് താഴെ വീണു. ദൈവമേ, സൺഷെയ്ഡിന്റെ മുകളിൽ നിന്ന് താഴെ വീണു. എന്നിട്ട് വല്ലതും പറ്റിയോ? ഇല്ല, ഒന്നും പറ്റിയില്ല. എന്ത് ചെയ്യുമായിരുന്നു? സൺഷെയ്ഡിൽ അവിടെ നിൽക്കുമായിരുന്നു, വെറുതെ നിൽക്കുമായിരുന്നു. തന്നെ ഉരുണ്ട് താഴെ വീണുപോയി അല്ലേ? പക്ഷേ എങ്കിലും ഒന്നും പറ്റാതെ ദൈവം പ്രത്യേകമായിട്ട് അനുഗ്രഹിച്ചു അല്ലേ? കണ്ടോ, വലിയ വലിയ അപകടങ്ങളിൽ നിന്ന് ഇനിയും ഉണ്ടാവും ധാരാളം അനുഗ്രഹങ്ങൾ. അപകടങ്ങളിൽ നിന്ന് രക്ഷിച്ച ഒത്തിരി അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാവും അല്ലേ? അപ്പോൾ ഇതിനൊക്കെ നമ്മൾ നന്ദി പറഞ്ഞിട്ടുണ്ടോ ഈശോയ്ക്ക്? ചിലപ്പോൾ ഒക്കെ അല്ലേ? ഇടയ്ക്കിടയ്ക്ക് മാത്രം നന്ദി പറഞ്ഞാൽ മതിയോ?
പോരാ. നമ്മൾ എപ്പോഴും നന്ദിയുള്ളവരായിരിക്കണം. ലൂക്കായുടെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് 10 കുഷ്ഠരോഗികളുടെ ഒരു സംഭവം. ആർക്കെങ്കിലും അറിയാവോ? 10 കുഷ്ഠരോഗികൾ അങ്ങനെ പോകുന്ന വഴിക്ക്, ഈശോ ജെറുസലേമിലേക്ക് പോകുന്ന വഴിക്ക് 10 കുഷ്ഠരോഗികൾ അകലേ നിന്ന് കണ്ടു ഈശോയെ. എന്നിട്ട് അവരെന്ത് പറഞ്ഞു? എൻ്റെ യേശുവേ, ഞങ്ങളിൽ കനിയണമേ എന്ന് പറഞ്ഞു. അപ്പം ഈശോ ഇത് കേട്ട് അവരെ അടുത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ പോയിട്ട് നിങ്ങളെ തന്നെ നിങ്ങളുടെ പുരോഹിതന്മാർക്ക് കൊണ്ട് കാണിച്ചു കൊടുക്കാൻ. ഈ കുഷ്ഠരോഗികൾ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാവോ? വളരെ ശരീരം മുഴുവനും വ്രണം വന്ന്, ചിലപ്പോൾ ഈ നമുക്കൊക്കെ നല്ല വിരലൊക്കെ തന്നിട്ടുണ്ടല്ലേ, പക്ഷേ ഈ കുഷ്ഠരോഗികളുടെ വിരലുകളൊക്കെ എന്ത് ചെയ്യും? ഇത് പഴുത്ത് ചിലതൊക്കെ പൊട്ടി അറ്റുപോയി, വിണ്ടുപോയി, അങ്ങനെ നമുക്ക് അടുത്തോട്ട് പോലും പോകാൻ പറ്റാത്ത വിധത്തിൽ വളരെ ഭീകരമായ ഒരു അവസ്ഥയാണ് കുഷ്ഠരോഗം എന്ന് പറയുന്നത്. മണം കൊണ്ടും ഒന്നുകൊണ്ടും അവരുടെ അടുത്തേക്ക് നമുക്ക് പോകാൻ പറ്റില്ല. അതുപോലെ ദുർഗന്ധം വമിക്കുകയും, അന്നത്തെ കാലത്ത് ഇതൊരു ശാപമായിട്ടായിരുന്നു കണ്ടത്. അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ ഇടയിലേക്ക് അവരെ വരുത്തുകയില്ല, അവർ മാറിപ്പോണം. ആൾക്കാരൊക്കെ വരുന്ന വഴി കൂടെ അവർക്ക് നടക്കാൻ യാതൊരുവിധ അനുവാദവുമില്ലായിരുന്നു. ആ സമയത്താണ് കുഷ്ഠരോഗികൾക്കറിയാം ആരുടെ അടുത്ത് പോയാൽ ഈ അനുഗ്രഹം കിട്ടുന്ന, ഈശോയുടെ അടുത്ത് പോയാൽ അനുഗ്രഹം കിട്ടുന്ന കുഷ്ഠരോഗികൾക്കറിയാം. അപ്പോൾ അവർ അതാണ് അകലെ നിന്നുകൊണ്ട് തന്നെ അവർ കരഞ്ഞത്. അടുത്ത് വരാൻ അവർക്ക് പേടിയാണ്, കാരണം അവരെ കല്ലെടുത്തെറിയും, പിന്നെ അവർക്ക് ബുദ്ധിമുട്ടാകും. അപ്പോൾ ഇവർ ദൂരെ നിന്ന് പറഞ്ഞു, ഈശോയെ ഞങ്ങളെ രക്ഷിക്കണമേന്ന്, കനിയണമേന്ന് പറഞ്ഞു. അപ്പോൾ ഈശോ അങ്ങനെ പറഞ്ഞു. പോകുന്ന വഴിക്ക് പുരോഹിതനെ കാണാനായിട്ട് അവർ പോകുന്ന വഴിക്ക് അവർക്ക് എന്ത് സംഭവിച്ചു? അവർ സുഖം പ്രാപിച്ചു. എന്നിട്ട് എന്താ ബൈബിളിൽ പറയുന്നത്? 10 പേരിൽ എത്ര പേരാണ് ഈശോ സുഖപ്പെടുത്തിയത്? 10 പേര്. ഈ 10 പേരിൽ ഒരാൾ മാത്രമേ വന്ന് നന്ദി പറഞ്ഞിട്ടുള്ളൂ. ഒരാൾ മാത്രമേ വന്ന് നന്ദി പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഈശോ ചോദിക്കുന്നുണ്ട്, ഈ വിജാതീയനല്ലാതെ, ഞാൻ 10 പേരെയാണല്ലോ സുഖപ്പെടുത്തിയത്, ഈ വിജാതീയനല്ലാതെ മറ്റാരും തിരികെ വന്ന് ദൈവത്തിന് നന്ദി പറഞ്ഞില്ലല്ലോ എന്ന്. ആ മനുഷ്യൻ എന്താ ചെയ്തത്? ഈശോയുടെ മുൻപിൽ സാഷ്ടാംഗം വീണ് നന്ദി പറഞ്ഞു. നോക്കിക്കേ, ഇതുപോലെ നന്ദിയുള്ളൊരു ഹൃദയത്തോടെ ദൈവത്തിൻ്റെ മുൻപിൽ നമ്മളായിരിക്കണം. ദൈവത്തിൻ്റെ മുമ്പിലായിരിക്കുമ്പോൾ നമുക്ക് എപ്പോഴും ഈശോയെ നന്ദി. ഒരു കൊച്ചു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് നന്ദി പറയണം. എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് എൻ്റെ വല്യമ്മച്ചി വെള്ളം കുടിക്കുന്നു, നമ്മളൊക്കെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുകയല്ലേ, ഇപ്പോൾ വല്യമ്മച്ചിക്ക് വെള്ളം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ അമ്മച്ചി എന്ത് ചെയ്യും? ഒരു കുരിശ് വരയ്ക്കും. കാരണം എന്താ? ഇതിന് നന്ദി പറയാണ്. ജലം തന്ന, കുടിക്കാനായിട്ട് വെള്ളം തന്ന ദൈവമേ നന്ദി. ഇതുപോലെ കൊച്ചു കാര്യങ്ങൾക്ക് കിട്ടുമ്പോഴും നമ്മൾ ഈശോയോട് നന്ദി പറയണം. ഇപ്പം നമ്മൾ തന്നെ നമ്മുടെ കൂട്ടുകാർക്ക് ചെറിയ ചെറിയ സഹായങ്ങളൊക്കെ ചെയ്യാറുണ്ടല്ലേ? ചെയ്യാറുണ്ട്. അപ്പോൾ അവരെന്താ പറയുക? ഒരു കൊച്ചൊരു പേനയില്ല, എന്നാ നീ പേന പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് പേന കൊടുത്തു കഴിയുമ്പോൾ അവരെന്ത് പറയും നമ്മളോട്? താങ്ക്സ് അല്ലെങ്കിൽ താങ്ക് യു. അത് കേൾക്കുമ്പോൾ നമുക്ക് എന്താ നമ്മുടെ മനസ്സിൽ തോന്നുക? ഒരു സന്തോഷം തോന്നും അല്ലേ? അപ്പം ഇതുപോലെ തന്നെയാണ് ധാരാളം അനുഗ്രഹം ഈശോ നമ്മുടെ ജീവിതത്തിലേക്ക് തന്നിട്ടുണ്ട്. അപ്പം എല്ലാ കുഞ്ഞു കുഞ്ഞു അനുഗ്രഹങ്ങൾക്കും ഈശോയെ നന്ദി എന്നൊന്നും നമ്മൾ പറയാൻ പഠിച്ചേ. ഇനി നമ്മൾ നടക്കുന്ന വഴിക്ക് ഈശോയെ നന്ദി, എനിക്ക് നടക്കാൻ നല്ല കാലുകൾ തന്നല്ലോ, കാണാനായിട്ട് എനിക്ക് നല്ല കണ്ണുകൾ തന്നല്ലോ, ജോലി ചെയ്യാനായിട്ട് എനിക്ക് നല്ല ആരോഗ്യമുള്ള കൈകൾ തന്നല്ലോ. എന്തുമാത്രം കാര്യങ്ങളാണ്. നമുക്കറിയാം, കണ്ണ് കാണാത്തവരുണ്ട് ഈ ലോകത്തിൽ, സംസാരിക്കാൻ പറ്റാത്തവരുണ്ട്, കേൾക്കാൻ പറ്റാത്തവരുണ്ട്. ഇവരെയൊക്കെ ഈ പലതരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ കണ്ണും കാതും ചെവിയും എല്ലാം ഉള്ള, നാവും എല്ലാം ഉള്ള നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്താതിരിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഇനിയുള്ള നമ്മുടെ ജീവിതത്തിൽ എന്താ നമ്മൾ ചെയ്യേണ്ടത്? കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ വരുമ്പോഴും ഈശോയ്ക്ക് നന്ദി പറയണം. ഇപ്പം നന്നായിട്ടൊരു പരീക്ഷ എഴുതി, അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കൊരു റിസൾട്ട് വന്നു കഴിയുമ്പോൾ എന്താ പറയും? എല്ലാവരോടും പോയി പറയും, പപ്പയോടും മമ്മിയോടും ചേച്ചിയോടും ചേട്ടായോടും ഒക്കെ പറയും, എനിക്ക് ഇത്ര മാർക്കുണ്ട്, ഞാൻ നല്ല മിടുക്കിയല്ല, ഞാൻ നല്ല മിടുക്കാനാന്നൊക്കെ പോയി പറയും. പക്ഷേ നമ്മൾ ആരോട് നന്ദി പറയാൻ മറന്നു പോകുന്നു പലപ്പോഴും? ദൈവത്തോട്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, പഠിക്കാൻ ബുദ്ധി തന്നത് പപ്പയാണോ? പഠിക്കാൻ ബുദ്ധി തന്നത് മമ്മിയാണോ? അല്ല. ഇത് കടയിൽ പോയി ബുദ്ധി മേടിക്കാൻ പറ്റുമോ? 1 കിലോ ബുദ്ധി എനിക്ക് വേണം, പോയി പറഞ്ഞ് മേടിക്കാൻ പറ്റുമോ? ഇല്ല. പക്ഷെ ഇതാര് തന്നതാണ്?
ദൈവത്തിന് ദൈവം തന്നതാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തോട് നന്ദിയും പറയണം. ഒരു കൊച്ചു കാര്യം വരുമ്പോഴും നമ്മൾ നന്ദി പറയാൻ പഠിക്കണം. ഇനി നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു പാട്ടല്ലേ ദൈവം തന്നതല്ല അതൊന്നും, ഇല്ലേ? അറിയത്തില്ലേ? നമുക്ക് ആ പാട്ട് എല്ലാവർക്കും കൂടെ ഒന്ന് ചേർന്ന് പാടിയാലോ? ഏത് പാട്ടാണ്? ദൈവം തന്നതല്ല. അർത്ഥം അറിഞ്ഞ് പാടണം. ദൈവം തരാതെ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ആ അർത്ഥം അറിഞ്ഞുകൊണ്ട് നമുക്കൊന്നു ചേർന്ന് നന്ദിയുള്ള ഹൃദയത്തോടെ സ്നേഹത്തോടെ നമുക്ക് ഈ ഗാനം ഒന്നിച്ചു ചേർന്ന് പാടാം. റെഡിയല്ലേ? ദൈവം തന്നതല്ലാതൊന്നും ഇല്ല എൻ്റെ ജീവിതത്തിൽ, ദൈവത്തിൻ്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല പാരിടത്തിൽ. ഇന്നോളം ദൈവമെന്നെ കാത്തതോർത്തു പോകുകിൽ, ഇത്ര കാലം ജീവിച്ചെന്നാലും നന്ദിയേകിത്തീരുമോ? ദൈവം തന്നതല്ലാതൊന്നും ഇല്ല എൻ്റെ ജീവിതത്തിൽ, ദൈവത്തിൻ്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല പാരിടത്തിൽ. ഒരിക്കൽ കൂടി നമുക്ക് നന്ദി പറഞ്ഞുകൊണ്ട് കൈകൾ കൂപ്പി ഈശോയോട് നന്ദി പറയാം. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എല്ലാം തന്ന, നമ്മൾ പലപ്പോഴും ഭാഗ്യം എന്ന് പറയുന്ന പല കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും എന്താണ്? ഈശോ തന്ന അനുഗ്രഹമാണ്. നമ്മൾ ചിലപ്പം പറയും ഭാഗ്യം കൊണ്ട് തന്നെ പട്ടി കടിച്ചില്ല, അല്ലേ? ഭാഗ്യം കൊണ്ട് തന്നെ വണ്ടി ഇടിച്ചില്ല. ഇത് ഭാഗ്യം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. ഒരു നിമിഷം നമുക്ക് കൈകൾ കൂപ്പി കണ്ണുകൾ അടച്ച് എല്ലാ അനുഗ്രഹങ്ങളും ഓരോ നിമിഷവും നമ്മൾ ചോദിക്കാതെയും ചോദിച്ചും ഒക്കെ തരുന്ന നല്ല ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് അവിടുത്തെ ഒന്ന് മഹത്വപ്പെടുത്താം. നല്ല ഈശോയെ, കുഞ്ഞുങ്ങളായ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ധാരാളം അനുഗ്രഹങ്ങൾ അങ്ങ് ഓരോ നിമിഷവും ഓരോ ദിവസവും ഞങ്ങൾക്ക് നൽകുന്നുണ്ടല്ലോ. എല്ലാത്തിനെയും ഓർത്ത് നന്ദി പറയുന്നു. നല്ല ഈശോയെ, പലപ്പോഴും ഞങ്ങൾ പല കാര്യങ്ങൾക്കും നന്ദി പറയാൻ മറന്നു പോകുന്നു. എങ്കിലും ഈശോയെ, ഞങ്ങൾ നന്ദി പറഞ്ഞില്ലെങ്കിൽ പോലും നീ ഓരോ നിമിഷവും ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അനുഗ്രഹങ്ങൾ തന്നുകൊണ്ടേയിരിക്കുന്നു. എല്ലാത്തിനും ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള എല്ലാ നല്ല അനുഗ്രഹങ്ങളെയും ഓർത്തുകൊണ്ട് ഞങ്ങൾ ഒന്നു ചേർന്ന് ഈശോയെ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. ഓരോ ദിവസവും നമ്മെ പുതിയ പുതിയ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയ്ക്കുന്ന നല്ല ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് പാട്ടുപാടിയും നൃത്തമാടിയും നമുക്ക് അവിടുത്തെ സ്തുതിക്കാം. നമുക്ക് നല്ലൊരു പാട്ട് പഠിച്ചാലോ? ദൈവം നമ്മളെ ഭൂമിയിലേക്ക് ഓരോ ദിവസവും നമ്മളെ അനുഗ്രഹിച്ചുകൊണ്ടായിരിക്കുന്നു, അല്ലേ? ഓക്കെ, ഞാൻ പാടിത്തരും, നിങ്ങളത് ഏറ്റുപാടണം. റെഡിയല്ലേ? I start my day thanking you, Lord. പാടിക്കേ. I start my day thanking you, Lord. I start my day thanking you, Lord. I start my day thanking you, Lord, for creating this wonderful world. Every day you bless me, you make me very happy.
Jesus every day. I start my day thanking you, Lord, for creating this wonderful world. Every day you bless me, you make me very happy. You are my God from up above, and you came down to show your love. You are my King, my Majesty. Oh Jesus, lead away from me. You teach me how to love and obey. I'll do whatever you say. You teach me how to share and pray. I'll worship you all day. Hey, everybody, I'll follow Jesus every day. Like Mama Mary, I hope and pray. Everybody, I'll follow Jesus every day. Like Mama Mary, I hope and pray. Let's follow Jesus every day. Everybody, I'll follow Jesus every day. Like Mama Mary, I hope and pray. Everybody, I'll follow Jesus every day. Like Mama Mary, I hope and pray. Let's follow Jesus every day. 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 എൻ്റെ കാറ്റഗറി ക്ലാസ്സിലൊരു കൊച്ചനോട് ചോദിച്ചു, സിസ്റ്ററെ ഞാൻ വീട്ടിൽ മിക്കപ്പോഴും വഴക്കുണ്ടാക്കും, നിങ്ങൾക്ക് എന്താ തോന്നുന്നേ, അവള് സ്വർഗത്തിൽ പോവോ നരകത്തിൽ പോവോ? ഇന്നത്തെ നമ്മുടെ ഗെയിമിന്റെ പേരാണ് ഹെവൻ. ഹെൽ, ഹെവൻ, ഹെൽ. കാത്ത് 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 ഞാനിരിപ്പാടി, സ്വർഗം നോക്കി പോകുവാൻ ഞാനിരിപ്പാടി. നമ്മൾ കാത്തിരിക്കുന്നത് എവിടേക്ക് പോകാനാ? എന്നീശോയെ, എന്റെ